മോനെ ഇനി നീ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇനി മോൻ വീഡിയോ ഇടണ്ട. നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ ബൈ 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 ബൈ. ചുമ്മാ വന്നേളോ. വെരി ഗുഡ് വെരി ഗുഡ് ഗുഡാ ഗുഡാ. ഞാൻ വേറെ വീട്ടിൽ പോണയാ. ഞാൻ പറയണ വല്ലതും കേൾക്കാൻ പറ്റണ്ടോ? സുന്ദരിയായ കുട്ടികൾ അല്ല അതല്ല ഞാൻ പറഞ്ഞ ശരിക്കും വല്ല കേൾക്കാൻ പറ്റണ്ടോ? മൈക്കിൽ ഒറ്റക്കൈ വിട്ട് സൈക്കിൾ ഓട്ടനൊക്കെ നിങ്ങൾ ചോദിക്കില്ലേ? ഞാൻ പണ്ട് പ്രോയായിരുന്നു. പണ്ടൊക്കെ സൈക്കിൾ ഫ്രണ്ട് നോക്കിയിട്ട് നേരെ മറിഞ്ഞൊക്കെ ചാടി, ഫ്രണ്ടല്ല ബാക്ക് നോക്കിയിട്ട് കമ്മ മറിച്ചൊക്കെ ചാടിയുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ആണെങ്കിൽ ഒരിക്കലും ഒരു മെട്രോ സ്റ്റേഷനിൽ ഇതുപോലെ ആൾക്കാർ കുത്തിയിരിക്കില്ല. എനിക്കങ്ങനെ നാണമാനൊന്നുമില്ല. പച്ച ജുറാസിക് പാർക്ക്, ഇത് ചുവന്ന ജുറാസിക് പാർക്ക്. സുഹാൻലു, നന്ദി ടു മലു, ബക്കി ടു മലു, എല്ലാത്തിലും ഒരു ബ്ലൂ ഉണ്ട്. എന്തായാലും ചൈനീസ് ബർഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഷിറ്റാണ്. ഷിറ്റ് ഓഫ് ദി ഷിറ്റസ്റ്റ് ആണ്. ബെയ്ജിങ്ങിലൂടെ നമുക്ക് അങ്ങോട്ടും നടക്കാം ഇങ്ങോട്ടും നടക്കാം, നമുക്ക് അങ്ങോട്ട് നടക്കാം. വെൽക്കം ബാക്ക് ടു അല്ലപ്പായ്. അപ്പോൾ നമ്മൾ ഇന്നേക്ക് വീഡിയോ ഇട്ടിട്ട് 3 ആഴ്ചയല്ല 3 മാസമായി. അപ്പോൾ 3 മാസമായിട്ട് വീഡിയോ ഇടാത്തതിന് കാരണം വേറെ ഒന്നുമല്ല, മടി, ഉറക്കം, എഡിറ്റ് ചെയ്യാൻ ഒരു സെറ്റപ്പില്ലായ്മ, സമയമില്ലായ്മ, ലേസിനെസ്, ഇതൊക്കെ തന്നെ കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്നപ്പോൾ യൂട്യൂബ് പറഞ്ഞു, മോനെ ഇനി നീ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇനി മോൻ വീഡിയോ ഇടണ്ട. നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ വേഗം വീഡിയോ ഇട്ടാൽ നിന്റെ വീഡിയോ 4 പേര് കാണും. അതിലുപരി ഈ വീഡിയോ ഇട്ട് 1000 പേരെ കാണാൻ പോകുന്നുള്ളത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ എടുത്ത് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങാം. എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ സൈക്കിൾ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ തണുക്കണു ഗൈസ്. പോർഷെ വെറുതെ കാട്ടി തന്നെയാണ്. അവിടെ പോർഷെ, ഇവിടെ സൈക്കിള്, നോ ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ബെയ്ജിങ് ലൂ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അതായത് ചെറിയൊരു സ്ട്രീറ്റാണ് ചൈനയിലെ. അത്യാവശ്യം അവിടെ ഒരു അമ്പലമുണ്ട്. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് പോണത്. പണ്ടെപ്പോഴോ സൈക്കിൾ ചവിട്ടിയതാ, ഇപ്പൊ കണ്ടില്ലേ. ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സൈക്കിൾ തന്നെ ശരണം. ബൈക്കും കാറൊക്കെ പോണ കാണുമ്പോൾ കൊതിയാവണം ഗൈസ്. നമുക്കൊരു വണ്ടി എടുക്കണം. കുറച്ചാളായിട്ട് വയ്യ സൈക്കിൾ ഇട്ട് മണപ്പൊക്കെ വണ്ടി. പിന്നെ ഇവിടെ ചൈനയുടെ സൈക്കിൾ അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പം ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്ന, പണ്ട് സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് നേരെ ബാക്കൊക്കെ പൊക്കുമ്പോൾ നേരെ കമന്നടിച്ച് വീണിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഈ സൈക്കിളിൽ വീണിട്ടുണ്ടെങ്കിൽ ചൈനയിൽ എന്നെ എടുത്തുകൊണ്ട് പോകാൻ പോലും മനുഷ്യല്ല. മാറമ്മച്ചി എടുത്തുകൊണ്ട് പോകാൻ പോലും മനുഷ്യല്ല. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് സൈക്കിൾ ഓട്ടുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വന്നു എവിടെയാ? ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലത്തിയിട്ടാണ്. ബെയ്ജിങ് ലൂ എന്ന് പറയും. ബെയ്ജിങ് ലൂവിൻ്റെ ഉള്ളിൽ അമ്പലമുണ്ട്. ഞാൻ ഇന്നാൾ പോയപ്പോൾ റാണ്ടമിൽ കയറിയതാ. അവിടുത്തെ ലൈറ്റിങ് അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ അന്തരീക്ഷം അത് അതിലും അടിപൊളിയാണ്. കാണാൻ പോകുന്ന കാഴ്ച പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. അതാണ് അതിൻ്റെ ഒരു ഇത്. ഏത് അത് കുഞ്ഞു കൊച്ച്. പിന്നെ വേറെ സംഭവമുണ്ട്. ഞാൻ ഈ ബനിയൻ്റെ ഉള്ളിൽ വേറെ 2 കണ്ടിട്ടുണ്ട്. കാരണം ഗോഞ്ചോ തണുക്കുന്നു. തണുത്ത ഗോഞ്ചോ. ഇന്നെന്താണ് 6 ഡിഗ്രിയോ അത്ര ഒന്ന് തണുപ്പുണ്ട്. 6 ഡിഗ്രിയാന്ന് തോന്നുന്നു. നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ പറ്റിയ നമുക്കൊരു ജാക്കറ്റ് മേടിക്കാം. കാരണം എനിക്ക് ആകെ പേരിന് 2-3 ഹുഡീസ് മാത്രമേ ഉള്ളൂ. ആദ്യമായാണ് ഞാൻ ചൈനയിലെ തണുപ്പ് അനുഭവിക്കാൻ പോകുന്നത്. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഈശ്വരാ, ഒറ്റക്കൈ വിട്ട് സൈക്കിൾ ഓട്ടനൊക്കെ നിങ്ങൾ ചോദിക്കില്ലേ? ഞാൻ പണ്ട് പ്രോയായിരുന്നു. പണ്ടൊക്കെ സൈക്കിൾ ഫ്രണ്ട് നോക്കിയിട്ട് നേരെ മറിഞ്ഞൊക്കെ ചാടി, ഫ്രണ്ടല്ല ബാക്ക് നോക്കിയിട്ട് കമ്മ മറിച്ചൊക്കെ ചാടിയുണ്ട്. എനിക്ക് ഒറ്റക്കൈ വെച്ച് സൈക്കിൾ ഓട്ടാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, വി ആർ എൻറ്ററിങ് ടു ദ മെട്രോ സ്റ്റേഷൻ. ദിസ് ഈസ് ദ മെട്രോ സ്റ്റേഷൻ ഓഫ് ദി ചൈന ഗൈസ്. കണ്ടില്ലേ എസ്കലേറ്റർ? കണ്ടില്ലേ? എല്ലാവരും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ഫുൾ ജാക്കറ്റോടുകളായി മാറിയിട്ടുണ്ട്. ഞാൻ പിന്നെ ചൈനക്കാരുടെ വേറൊരു പ്രത്യേകത കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊന്നും ആണെങ്കിൽ ഒരിക്കലും ഒരു മെട്രോ സ്റ്റേഷനിൽ ഇതുപോലെ ആൾക്കാർ കുത്തിയിരിക്കില്ല. ഇവർ മാത്രമല്ല, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ എവിടെയെങ്കിലും കുത്തിയിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പരിപാടിയാണ്, ഞാൻ എവിടെയെങ്കിലും പോയി ഇങ്ങനെ കുത്തിയിരിക്കും. എനിക്കങ്ങനെ നാണമാനമൊന്നുമില്ല. അത് നാണമാനം ഇല്ല മീൻസ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ചിലർക്ക് ഇങ്ങനെ ശരിക്കും കുത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ചൈനക്കാരെയാണ് ഇങ്ങനെ. പിന്നെ ബംഗാളികൾ ഇരിക്കാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ എവിടെ പോയാലും കുത്തിയിരിക്കും. എന്താന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, ഭയങ്കര സുഖമാണ് ഇങ്ങനെ ഇരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഇരിക്കാൻ. അല്ലേ? ഞാൻ ചൈനക്കാർ ഒരേ ലെവലിൽ
ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ബെയ്ജിങ് ലൂവിൽ. എന്താണെന്ന് അറിയില്ല, നല്ല തിരക്കുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇവിടുന്ന് പയ്യെ മെട്രോ കാർഡ് വെച്ചിട്ട് നമ്മളങ്ങ് ഇറങ്ങും. പക്ഷെ നമ്മുടെ മെട്രോ കാർഡ് മാഫി കാണാനില്ല ഓർത്താവേ. എന്ത് ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓ മല മൂഞ്ചി കഴിച്ച് മെട്രോ കാർഡ് കാണാനില്ല തോന്നുന്നു. പണിപ്പാളിയില്ല കിട്ടി. അപ്പോൾ മെട്രോ കാർഡ് എടുത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇറങ്ങിപ്പാ. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ദിസ് മച്ച് സിമ്പിൾ ഈസ് ഇറങ്ങി പോകുന്നത്. ഇതാണ് ബെയ്ജിങ് ലൂവിൻ്റെ വേൾഡ് മാപ്പ്. ഇവിടെ പോയി നോക്കിയാൽ നമുക്ക് ബെയ്ജിങ് ലൂവിൻ്റെ എവിടെയാണ് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു തരും. കണ്ടില്ലേ, വൻഫ്ലു ലൂ, ഷുഷാഷു, ബെയ്ജിങ് ലൂ, ടൈക്കിങ് ലൂ, സുഹാൻ ലൂ, നന്ദി ടു മലു, ബക്കി ടു മലു, എല്ലാത്തിലും ഒരു ലൂ ഉണ്ട്. എന്തായാലും ലൂ കഴിച്ചിട്ട് പോയാലോ, വിശക്കണുള്ളതായാലോ. നല്ല തീരുമാനമായിരിക്കും അല്ലേ? എന്തിനാ ഈ പട്ടണിക്ക് കിടക്കണ വെറുതെ. ഞാൻ എന്തായാലും സബ്വേ കയറി ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. സബ്വേ ആണെങ്കിൽ ചൈനീസ് ഫുഡ് ആണെങ്കിൽ എല്ലാം അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ചൈനീസ് ഫുഡ് കുറച്ച് കോസ്റ്റ്ലി കുറവാണേ. അത് തിന്നണേ എങ്ങനെയാ, ഭ്രാന്തെടുക്കും. ഫുഡെന്ന് കേട്ടാൽ അപ്പം ട്രോമയാണ്. വിശക്കുമ്പോൾ മാത്രം ചൈന വെറുക്കും. ട്രോമയാണ് ഗൈസ്. ചൈനീസ് ബർഗേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഷിറ്റാണ്. ഷിറ്റ് ഓഫ് ദി ഷിറ്റസ്റ്റ് ആണ്. അത്രയാണ് പറയാൻ പറ്റുള്ളൂ. കാരണം ഖത്തറിൽ നിന്നൊക്കെ ഒരു മക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ ഒരു ബർഗറൊക്കെ കഴിച്ചിട്ട് ചൈനയിലെന്ന് പറഞ്ഞാൽ കഴിക്കണം. കട നല്ല പൊളിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ തോന്നും. മയോണൈസ് സ്പൈസി this one spicy ഓക്കെ തിന്നു നോക്കാം. അല്ലാണ്ട് ഇപ്പൊ ഞാനെന്നാ പറയാൻ അതിൻ്റെ അകത്ത്. ഈറ്റിംഗ് ഹിയർ ഈറ്റിംഗ് ഒരു പെപ്സിയും ഒരു ബർഗറും സബ്വേയും 1040 RMB ആയി. അതായത് നാട്ടിൽ 10,450 രൂപ. നീ വായിൽ വയ്ക്കാൻ കൊള്ളുമ്പോ കഴിച്ചു നോക്കിയിട്ട് പറയാം. നമ്മളപ്പോ ബെയ്ജിങ് ലൂവിലേക്ക് എൻ്റർ ആവുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡോറിന് അപ്പുറമാണ് ബെയ്ജിങ് ലൂ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. കോളയും പെപ്സി പിടിക്കാം നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു മാളിൽ നിന്നാണ് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു മാളിൽ കയറി മാളിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങണത് ഒരു സ്ട്രീറ്റിലേക്ക്. മെട്രോന്ന് ഡയറക്റ്റ് ആക്സസ് അല്ല. മെട്രോയുടെ ഉള്ളിൽ കയറി മാളിൻ്റെ ഉള്ളിൽ കയറി ഫുഡ് കഴിച്ച് ഒരു ക്യൂട്ട് കുട്ടി ഗൈസ്. ഞാനിപ്പോൾ വെറുതെ ഒരു കടയക്കട ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു സാധനം കണ്ടത്. കിൻഡർ ജോയുടെ വലുത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇച്ചിരി പോകുന്ന കിൻഡർ ജോയ്. പക്ഷേ കിൻഡർ ജോയുടെ വലുപ്പം നോക്കി ഏതോ ഇത് കിൻഡർ ജോയി അല്ല, ജുറാസിക് പാർക്കിന്റെ മുട്ടയാ. കണ്ടില്ലേ ഗൈസ്, ഇത് ജുറാസിക് പാർക്കിന്റെ പച്ച ജുറാസിക് പാർക്ക്, ഇത് ചുവന്ന ജുറാസിക് പാർക്ക്. ജുറാസിക്കിന്റെ മുട്ടയ്ക്ക് 35 RMB, അതായത് 350 രൂപ. എന്താണോ ഉമ്മാതിരി ഹോൺ അടിക്കണേ. ഇയാളത് എങ്ങടാ പോണത്? ബെയ്ജിങ് ലൂവിൽ നമുക്ക് അങ്ങോട്ടും നടക്കാം ഇങ്ങോട്ടും നടക്കാം. നമുക്ക് അങ്ങോട്ട് നടക്കാം. അതെ, തണുപ്പായി. ഞാൻ ആ മെട്രോ സ്റ്റേഷനിൽ വെച്ച് അതിൻ്റെ ഉള്ളിൽ ചൂടെടുത്തപ്പോൾ ഒരു പേജ് ഊരിക്കളയാൻ തന്നെയാ. ഊരിക്കളയാൻ നന്നായി. ഇത്ര ആൾക്കാർ സ്ട്രീറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കണെയാണ്. അപ്പോൾ ഒരു സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്യും. ഞാൻ പറയണ വല്ലതും കേൾക്കാൻ പറ്റണ്ടോ? സുന്ദരിയായ കുട്ടികൾ. അല്ല, അതല്ല ഞാൻ പറഞ്ഞ ശരിക്കും വല്ലതും കേൾക്കാൻ പറ്റണ്ടോ? മൈക്കിന്റെ ഭയങ്കര ഒച്ചപ്പാടും മകളല്ലേ, അതുകൊണ്ട് ചോദിച്ചേ. എല്ലാവരും കണ്ടില്ല, മഞ്ഞുമലന്ന് ഇറങ്ങി വന്ന പോലെയാ. വെരി ഗുഡ് ഞാൻ വേറെ വീട്ടിൽ പോണയാ. ഓക്കെ ബൈ ബൈ. കച്ചവടക്കാരാ, ബാഗ് വേണോന്ന് ചോദിച്ചു വന്നേ. ബാഗും വാച്ചും രാജസ്ഥാൻ മരുഭൂമിട്ടോ മണലിറക്കാൻ പോണേ. ഇവിടെ സ്റ്റോക്കാ വാച്ചും ബാഗും ഒക്കെ. കാണിച്ചു തരാനാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് വന്നത് ഇവിടുത്തെ ഒരു അമ്പലം കാണിച്ചു തരാനാണ്. ഞാൻ നിങ്ങളെ അമ്പലം കാണിച്ചു തരാം.
എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. ഹലോ, ഹൗ ആർ യു? നിഹാ. കണ്ടില്ലേ വാച്ച് ബാഗ്. ഓൾറെഡി ഒരു ചേട്ടൻ വന്ന് ചോദിച്ചായിരുന്നു. യെസ് യെസ് യെസ്, വെരി ഗുഡ്. ജാക്കറ്റ് ഹൗ മച്ച്? ജാക്കറ്റ് ഹൗ മച്ച്? എവിടെ എവിടെ? ഓക്കെ വാ, ചെക്ക് ചെക്ക്, കം ഓൺ ചെക്ക് ചെക്ക്. എന്തായാലും ജാക്കറ്റ് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ഈ ചേട്ടനെ പോയി ചെക്ക് ചെയ്യാം.